ഹരികുമാർ സർ നമസ്കാരം. നമസ്തേ. നേപ്പാളിലെ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം ഇപ്പോൾ 500 കടന്നിരിക്കുകയാണ്. ആരാണ് യഥാർത്ഥത്തിൽ ഇതിന് പിന്നിൽ എന്ന ചോദ്യമാണ് അന്താരാഷ്ട്ര തലങ്ങളിൽ ഉയരുന്നത്. നമുക്കറിയാം, കോവിഡ് മഹാമാരി സൃഷ്ടിച്ചത് ചൈനയാണെന്ന് ഒരു സംസാരം അന്ന് മുതലേ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അത് ഇന്നും തുടരുകയാണ്. അതിനൊരു ഉത്തരം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇവിടെയും അത്തരത്തിൽ ചില സംശയങ്ങൾ രൂപപ്പെടുകയാണ്. ഈ പ്രളയത്തിന് പിന്നിൽ ചൈനയാണ്, ചൈന നിർമ്മിച്ചതാണ് ഈ പ്രളയം എന്നതാണ് പലരും ഇപ്പോൾ നടത്തുന്ന ഒരു വിമർശനം എന്ന് പറയുന്നത്. കൃത്യമായിട്ടുള്ള മോണിറ്ററിങ് അല്ലെങ്കിൽ ഏർലി വാർണിങ്സ് കൊടുക്കാനായിട്ട് ചൈനയ്ക്ക് സാധിച്ചിട്ടില്ല. കുറേയധികം പരാതികൾ നിലനിൽക്കുന്നുണ്ട്. എന്താണ് സാർ, എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? ഇക്കാര്യത്തില് വലിയ സംശയത്തിന്റെ ഒന്നും കാരണമില്ല. ചൈന തന്നെയാണ് ആത്യന്തികമായിട്ട് ഈ പ്രളയം സൃഷ്ടിച്ചത്. അത് ആകെ സംശയമുള്ളത്, നേപ്പാൾ എന്ന രാജ്യത്തെ സമ്മർദ്ദത്തിലാഴ്ത്തി നേപ്പാളിന്റെ അതിർത്തി പിടിച്ചെടുക്കാൻ വേണ്ടി ചെയ്തതാണോ, അതോ ചൈന നേപ്പാളിന്റെ താല്പര്യങ്ങളെ പരിഗണിക്കാതെ ഈസ്റ്റേൺ ഹിമാലയ, കിഴക്കൻ ഹിമാലയ എന്നത് ഈ വളരെയധികം ഇക്കോളജിക്കലി ഫ്രജൈൽ ആയിട്ടുള്ള, അതായത് പാരിസ്ഥിതികമായിട്ട് വളരെയധികം ദുർബലമായ യുവ പർവ്വത നിരകളുള്ള പ്രദേശമാണ്. അവിടെ ചൈന നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് നേപ്പാളിനെ നശിപ്പിക്കാനാവണമെന്നില്ല. പക്ഷെ നേപ്പാളിന്റെ താല്പര്യത്തെ തൃണവൽക്കരിച്ചുകൊണ്ട് ഇനി എന്ത് സംഭവിച്ചാലും നേപ്പാളികൾ എത്താൽ നമുക്കെന്താ എന്നുള്ള ഒരു പുച്ഛത്തില് നടത്തിയതാണ്. അപ്പൊ ഈ അതിന്റെ കാരണം മാത്രം തിരിച്ചറിഞ്ഞ അതിനെക്കുറിച്ച് മാത്രമേ തർക്കമുള്ളൂ. ഇതിന്റെ ഉത്തരവാദി ചൈന തന്നെ, സംശയമൊന്നുമില്ല. അത് ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിഗമനത്തിന് എത്തിയത് എന്നുള്ളത് ഞാൻ വിശദീകരിക്കാം. അതുപോലെ ഇത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഓഗസ്റ്റ് 26, അതായത് മിനിഞ്ഞാന്ന് വെളുപ്പിനാണ് ഈ പ്രളയം ഉണ്ടാവുന്നത്. തൃശൂലി നദിയുടെ 72 കിലോമീറ്റർ ദൂരം വരുന്ന ആ ഒരു സ്ട്രെച്ചിലാണ് ഈ നാശനഷ്ടങ്ങൾ, അതിന്റെ കരകളിലാണ് ഈ നാശനഷ്ടം ഉണ്ടായത്. ചൈനയുടെ ഭാഗത്ത് ഗൈറോങ് പോർട്ട് കോംപ്ലക്സ്, ഗൈറോങ് കൗണ്ടി, ഈ പ്രദേശത്ത് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. നേപ്പാളിന്റെ ഭാഗത്ത് രസുവ, നുവാക്കോഡ് എന്നിങ്ങനെ 2 ജില്ലകളിലായിട്ടാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഞാനിപ്പോ ഇത് പറഞ്ഞപ്പോ നമ്മുടെ ശ്രോതാക്കളിൽ ചിലർക്കെങ്കിലും തോന്നിയിരിക്കും, അല്ല, ചൈനയ്ക്ക് നാശനഷ്ടം സംഭവിച്ചല്ലോ, അപ്പൊ ചൈന സ്വന്തം രാജ്യത്തിന് നാശം വരുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു പ്രളയം സൃഷ്ടിക്കുമോ എന്ന്. അതിനും മറുപടിയും, ഇവിടെ നാശം സംഭവിച്ചിരിക്കുന്നത് യഥാർത്ഥ ചൈനയ്ക്കല്ല, ടിബറ്റിനാണ്. ആ ടിബറ്റ് എന്ന് പറയുന്നതിന് ഇതിന്റെ ഭൂപ്രകൃതിയും അതിന്റെ ഡെമോഗ്രഫിയും മാറ്റി എഴുതാൻ ശ്രമിക്കുകയാണ് ചൈന. അപ്പോ നിങ്ങളുടെ സംശയത്തിന് മറുപടി ആയല്ലോ. അതായത് ചൈന സ്വന്തം രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുമോ എന്ന് ചോദിച്ചാൽ, ടിബറ്റ് ഓട്ടോണമസ് റീജിയനെ നശിപ്പിക്കാൻ ചൈന ശ്രമിക്കും. ആ ടിബറ്റ് ഓട്ടോണമസ് റീജിയന്റെ ഭൂപ്രകൃതിയെയും അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളെയും ഒക്കെ മാറ്റിമറിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ഗൈറോങ് കൗണ്ടി എന്നത് ടിബറ്റിലെ ഒരു പ്രദേശമാണ്. ഇത് ഞാൻ മാത്രം പറയുന്നതല്ല. ഈ ടിബറ്റൻ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ, ചൈനയുടെ ഒരു പാവ സർക്കാരാണ് ഇപ്പൊ ടിബറ്റിൽ ഉള്ളതെങ്കിലും അവർക്ക് പോലും മിണ്ടാതിരിക്കാൻ പറ്റിയില്ല. സെൻട്രൽ ടിബറ്റ് ഭാഗത്തെ ഭരണകൂടം ചൈനയ്ക്കെതിരെ അതിശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. മനസാക്ഷിയില്ലാതെ നടത്തുന്ന, പർവ്വതങ്ങളിൽ നടത്തുന്ന വികസനം എന്ന പേരിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടുത്തെ ടിബറ്റിലെ പ്രകൃതിയുടെ താളം തെറ്റിച്ചതായിട്ടും അവിടെ കാലാവസ്ഥാ വ്യതിയാനം വളരെ വേഗത്തിലാക്കിയതായിട്ടും ടിബറ്റൻ മലനിരകളിലെ മഞ്ഞുരുകുന്നതായിട്ടും ഗ്ലേസിയറുകൾ, മഞ്ഞുപാളികൾ ഉരുകുന്നതായിട്ടും ഒക്കെ പരാതിപ്പെട്ടിരിക്കുന്നത് ഞാനോ നിങ്ങളോ ഇന്ത്യയിലെ ചാനലുകളോ അല്ല, സെൻട്രൽ ടിബറ്റൻ അഡ്മിനിസ്ട്രേഷനാണ്. ഇനി ചൈന ആരാണ് ആദ്യം കുറ്റപ്പെടുത്തിയത്? നേപ്പാളീസ് പത്രങ്ങളാണ്. നേപ്പാളിലെ പത്രങ്ങളും പത്രപ്രവർത്തകരും വളരെ കൃത്യമായിട്ട് ഇതിനകത്തിൽ പറഞ്ഞു, ഇവിടെ ചൈനയും നേപ്പാളും തമ്മിൽ ഒരു കരാറുണ്ടായിരുന്നു. തൃശൂലി നദിയിൽ വെള്ളം പൊങ്ങിയാൽ ഈ മുകൾ ഭാഗത്തുള്ള രാജ്യമാണ് ചൈന, അതായത് അപ്സ്ട്രീം എന്ന് പറയും. ഈ അപ്സ്ട്രീം രാജ്യങ്ങൾക്ക് ഒരു ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട് താഴെയുള്ള ഡൗൺസ്ട്രീം രാജ്യങ്ങളെ ഇതൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്.
അത് അറിയിച്ചില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നേപ്പാളിലെ പത്രപ്രവർത്തകർ പറയുന്നുണ്ട്. നാണം കെട്ട നേപ്പാൾ സർക്കാരിന് പ്രതികരിക്കാനുള്ള ശേഷിയില്ല. അവര് പാവകളും പിന്നെ മറ്റ് ചൈനയുടെ ചിങ്കിടികളെയൊക്കെയാണ് ചൈന ഓരോരുത്തരത്ത് കൊണ്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും ശരി, നേപ്പാൾ വലിയ ദുരന്തത്തിലാണ്. 500 ആൾക്കാർ മരിച്ചു എന്ന് പറയുന്നു. ചൈനയിൽ 200 ആൾക്കാർ മരിച്ചു എന്ന് വാർത്തയുണ്ട്. 2000 ആൾക്കാരെ ചൈനയിലും കാണാതായെന്നൊക്കെ വാർത്തയുണ്ട്. ഇത് സംഭവിക്കുന്നത് ഈ ത്രിശൂലി നദിയുടെ ഒക്കെ ഉൾപ്പെടുന്ന ഈ പ്രദേശത്ത്, ഈ ഗൈറോങ് എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഹിമാലയത്തിന്റെ ഒരു കൊടുമുടിയുടെ മുകൾ ഭാഗത്തെ ഏതാണ്ട് 4000 തൊട്ട് 10000 ടൺ വരെ എന്നിപ്പോ ഊഹിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു ഗ്ലേസിയർ, ഒരു മഞ്ഞ് മല, അത് ഇടിഞ്ഞു താഴോട്ട് വീണു. താഴോട്ട് വന്നിട്ട് അത് 4000 അടി 17000 അടി ഉയരത്തിലുള്ള ഒരു മഞ്ഞുമലയാണ് സ്ഥിതി ചെയ്തിരുന്ന ഒരു മഞ്ഞ് ഗ്ലേസിയർ ആണ് അവിടുന്ന് താഴോട്ട് വീണത്. അത് 14000 അടി ഉയരത്തിലേക്ക് വന്ന് വീണു. ഇവിടെ പിന്നെ ഇങ്ങനെ വന്ന് വീണിട്ട് അത് വെള്ളപ്പൊക്കം ഉണ്ടാക്കിയെന്നാണ് ഇപ്പോഴത്തെ ഒരു വിലയിരുത്തല്. ആദ്യം ചൈന അങ്ങനെയല്ല പറഞ്ഞിരുന്നത്. ചൈന പറഞ്ഞത് റിക്ടർ സ്കെയിലിൽ 4.4 മാഗ്നിറ്റ്യൂഡുള്ള ഒരു ഭൂകമ്പം ഉണ്ടായി. ആ ഭൂകമ്പം കാരണമാണ് ഈ ഗ്ലേസിയർ താഴേക്ക് പതിച്ചത്. അവിടെ പിന്നീട് ഒരു തടാകമുണ്ടായി. ആ തടാകം പൊട്ടിത്തെറിച്ചിട്ടാണ് അവിടെയുള്ള ചെളി, മണ്ണ്, കല്ല് ഇതെല്ലാം സഹിതം ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നാണ് ചൈന ആദ്യം അവകാശപ്പെട്ടത്. പക്ഷെ പിന്നീട് അമേരിക്കൻ ജിയോളജിക്കൽ സർവേ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അമേരിക്ക, അവര് ഇത് നിഷേധിച്ചു. ഈ പ്രദേശത്ത് ഭൂകമ്പം ഉണ്ടായില്ല എന്ന് അസന്ദിഗ്ധമായിട്ട് അവർ തെളിവ് പുറത്തു വിട്ടപ്പോൾ പെട്ടെന്ന് ചൈന ട്യൂൺ മാറ്റി. അടുത്ത ചൈന പിന്നീട് ചൈന പറയുന്നത് ഇത് ഒരു എന്താണ്, ഈ പർവ്വതങ്ങളുടെ ഇടയിലുള്ള ഒരു തടാകം പോലെ രൂപപ്പെട്ടു. ആ തടാകം പൊട്ടിയൊലിച്ച് പ്രഷർ കൂടി 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 വന്നപ്പോൾ അത് പൊട്ടിത്തെറിച്ച് വന്നതാണെന്നാണ്. ഇപ്പൊ ചൈന കള്ളം പറയുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണല്ലോ. എന്തുകൊണ്ടാണ് ചൈന എന്നുള്ള നമ്മുടെ ആദ്യം തന്നെ നമ്മൾ നിഗമനം പറഞ്ഞതിന്റെ ഓരോ സാധൂകരണങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത്. അതായത് ഭൂകമ്പം ഉണ്ടായി എന്നുള്ള കള്ളം ചൈന ആദ്യം തന്നെ പുറത്തു വിട്ടു. അതാണ് ഒന്നാമത്തെ ചൈനയുടെ കള്ളം. രണ്ടാമത്തെ കള്ളം, ഈ മഞ്ഞുമല താഴേക്ക് പതിച്ചാൽ, ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി പൂജ്യത്തിന് താഴെയുള്ള താപനില ഉള്ള സ്ഥലമാണ്. ഇത് ഈ പർവ്വതത്തിന്റെ ലീവേർഡ് സൈഡ് എന്ന് പറയും. അതായത് ഓരോ പർവ്വതങ്ങൾക്കും സൂര്യപ്രകാശം അടിക്കുന്ന ഒരു വശം കാണും. സൂര്യപ്രകാശം കടന്നു ചെല്ലാത്ത ഒരു വശമുണ്ട്. ഈ സൂര്യപ്രകാശം കടന്നു ചെല്ലാത്ത പർവ്വത നിരകളിലാണ്, ഈ നിരകളിലേക്കാണ് അല്ലെങ്കിൽ താഴ്വാരത്തേക്കാണ്, 13,000 അടി താഴെയുള്ള സ്ഥലത്തേക്കാണ് ഈ ഗ്ലേസിയർ വന്ന് വീണത്. അപ്പൊ ഈ മഞ്ഞുകട്ട വീഴുമ്പോൾ അത് നിമിഷങ്ങൾക്കുള്ളിൽ വെള്ളമാവില്ല. എന്തെന്നാൽ ആ പ്രദേശത്ത് സൂര്യപ്രകാശം അടിക്കുന്നില്ല. ആ പ്രദേശത്ത് താപനില 0 ഡിഗ്രിയിൽ താഴെയാണ്. അപ്പൊ പിന്നെ എങ്ങനെ അവിടെ പെട്ടെന്ന് ഒരു തടാകം രൂപം കൊണ്ടു? തടാകം രൂപം കൊണ്ടു എന്ന് ചൈന പറയുന്നത് പച്ചക്കള്ളമാണ്. അവിടെ തടാകമൊന്നും രൂപം കൊണ്ടില്ല. അപ്പൊ അവിടെ മുൻപ് തന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന തടാകങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം ഈ പ്രദേശത്ത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വെള്ളത്തിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് സർഫസിൽ മാത്രം ഐസ് വരും, താഴോട്ട് ജലം തന്നെ ആയിരിക്കും. പക്ഷെ എങ്ങനെ അത് പൊട്ടിത്തെറിച്ചു? ആ ചോദ്യത്തിന് ചൈന മറുപടി തന്നിട്ടില്ല. ഇത് ചൈനയുടെ ഭൂപ്രകൃതിയിൽ ഉണ്ടായ ഒരു പ്രകൃതി ദുരന്തമാണ്. അവിടെ നിന്നാണ് ഇതിന്റെ തുടക്കം. അപ്സ്ട്രീം അവിടെയാണ്. അപ്പൊ ഇത് സംഭവിച്ചത് എന്താണ്? ചോദിച്ചോളൂ. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. അല്ല, ഇത് ഇത്തരത്തിലൊരു കൃത്രിമമായിട്ട് ഒരു പ്രളയം ഉണ്ടാക്കിയിട്ട് എന്താണ് ചൈനയ്ക്ക് ലഭിക്കുന്ന നേട്ടം എന്നുള്ളതാണല്ലോ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതെ. ചൈനയുടെ അതിർത്തികളൊക്കെ പുനർനിർണയിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൈന വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നത് ഈ സലാമി സ്ലൈസിങ് എന്ന ഒരു തന്ത്രമുണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ അതിരുമാന്തും. ചൈനയുടെ ഭൂപ്രകൃതി പതുക്കെ അയലത്തുകാരന്റെ സ്ഥലത്തോട്ട് കയറി കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്നിട്ട് ആ പ്രദേശം മുഴുവൻ ചൈന വളഞ്ഞു പിടിക്കും.
ഇന്ത്യയെ പോലെ ഒരു വലിയ രാജ്യത്തിന് നേരെ പോലും അത് ചെയ്യാൻ ചൈന മടിക്കുന്നില്ല. പിന്നല്ലേ നേപ്പാളിനെ പോലെ. ഭൂട്ടാന് നേരെ അത് ചെയ്തല്ലോ. അങ്ങനെയാണല്ലോ 2019 ഇന്ത്യൻ ചൈനീസ് സൈന്യങ്ങൾ ഡോക്ലാം എന്ന പ്രദേശത്ത് ചൈന അതിക്രമിച്ച് കയറാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ മുൻകൂട്ടി ഇന്ത്യൻ സൈന്യം അവിടെ ചെന്ന് നിലയുറപ്പിച്ചു. അപ്പോഴാണ് ചൈന ഇങ്ങോട്ട് കയറാൻ പറ്റാതെ അവിടെ തന്നെ 80 ദിവസം ഇന്ത്യൻ സൈന്യത്തിനോട് നേരെ നോക്കി മുഖാമുഖം അവിടെ നിന്നിട്ട് ചൈന പതുക്കെ പുറകോട്ട് പോയി. അത് ലോകം തന്നെ അത്ഭുതപ്പെട്ടു പോയിരുന്നു. കാരണം ചൈന ഇങ്ങനെ പുറകോട്ട് പോകുന്നത് ആദ്യമായിട്ട്. ചൈന നമ്മളോട് മാത്രമല്ല, ചൈന പല രാജ്യങ്ങളുടെയും പ്രകൃതി സമ്പത്ത് കവർന്നെടുക്കുന്നുണ്ട്. ഇപ്പൊ 3 ഗോർജസ് ഡാം എന്ന് പറഞ്ഞൊരു ഡാമുണ്ട് ചൈനയിൽ. ആ ഡാം പണിഞ്ഞതിന് ശേഷം മീക്കോങ് പിന്നെ യാങ്സെ നദിയുടെ കുറുകെയാണ്. ആ യാങ്സെ നദിയിൽ നിന്നും തെക്കുകിഴക്കൻ ഏഷ്യയിലേക്ക് ഒഴുകുന്ന കൈവഴികളിലെ വെള്ളമെല്ലാം കുറഞ്ഞു. ചൈന ഒരക്ഷരം വേണ്ടിയിട്ടില്ല. ചൈന ആർക്കും മറുപടി ഒന്നും കൊടുക്കാറില്ല. ചൈനയ്ക്ക് അതിന്റെ ആവശ്യമില്ല. ചൈന എല്ലാവരോടും ധാർഷ്ട്യത്തിൽ തന്നെയാണ് പെരുമാറുന്നത്. അതിന് പറയുന്നത് വുൾഫ് വാറിയർ ഫോറിൻ പോളിസി എന്നാണ്. അതായത് ചൈനയുടെ അംബാസഡർമാരെ ഇടിച്ചു കയറി ചെന്ന് കാര്യങ്ങൾ നേടിയെടുക്കും, ചെറിയ രാജ്യങ്ങളെയൊക്കെ ഭീഷണിപ്പെടുത്തും. അപ്പം ചൈന ഇവിടെ ചെയ്യുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഗൗതം ചോദിച്ച ചോദ്യത്തിനാണ് ഞാൻ മറുപടി പറയുന്നത്. ഒന്ന്, ടിബറ്റിന്റെ ഭൂപ്രകൃതി ആകെ തകർത്ത് ടിബറ്റ് പരമാവധി ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമായിട്ട് ടിബറ്റുകാർക്ക് മാറ്റിയെടുക്കും. അപ്പോ ഈ പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ടിബറ്റൻ വംശജർ അവരവിടുന്ന് പലായനം ചെയ്യും. അവരിനി അതിർത്തി കടന്ന് ഇന്ത്യയിലോട്ട് വന്നാലും ചൈനയ്ക്ക് പ്രശ്നമൊന്നുമില്ല. അവർ നേപ്പാളിലോട്ട് ഓടിപ്പോയാലും ചൈനയ്ക്ക് പ്രശ്നമില്ല. അങ്ങനെ അവരെ അവിടുന്ന് ഓടിച്ചു പോവുക. ഹാൻ വംശജരെ ഇവിടെ കൊണ്ട് സ്ഥാപിക്കുക. പിന്നെ ഞാൻ കുറച്ചുകൂടി ഇനിയും മറ്റൊരു കാര്യം, സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് ഈ കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് ചൈനയുടെ മുഴുവൻ അതിർത്തികളിലൂടെയും 10,000 കിലോമീറ്റർ നീളമുള്ള ഒരു റിംഗ് റോഡ് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ റിംഗ് റോഡ് പണിയുന്നത് ടിബറ്റിന്റെ ഈ ഞാനീ പറഞ്ഞ ഈസ്റ്റേൺ ഹിമാലയത്തിലൂടെ. അവിടെ പാരിസ്ഥിതികമായി ദുർബലമായ പ്രദേശമാണ്. അവിടെ പലയിടത്തും ചൈന വലിയ പാലങ്ങളും അതുപോലെ തന്നെ ഈ റോഡിന്റെ ഭാഗമായിട്ട് ടണലുകളും ഒക്കെ നിർമ്മിച്ചു. ഇത് അവിടുത്തെ മലയിടിച്ചിൽ വളരെ വേഗത്തിലാണ്. അപ്പം ഈ പ്രദേശമാകെ ഒരു വളഞ്ഞു പിടിക്കാനുള്ള ഒരു ശ്രമമാണ് ചൈന. അതുപോലെ തന്നെ എല്ലാ അതിർത്തി പ്രദേശങ്ങളിലും സെറ്റിൽമെന്റുകൾ, ഗ്രാമങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇപ്പൊ അരുണാചലിന്റെ അതിർത്തിയിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഗ്രാമങ്ങൾ ഉണ്ടാക്കുമ്പോഴേക്കും അവരുടെ ആൾക്കാരെ കൊണ്ട്, ചൈനീസ് വംശജരെ കൊണ്ട്, ഹാൻ വംശജരെ കൊണ്ട് ചൈനയുടെ ഔട്ടർ പ്രദേശങ്ങളിലേക്കും അവരെ തള്ളി വിട്ട് അവരെ അവിടെ സെറ്റിൽ ചെയ്ത് ഞങ്ങളുടെ ഭാഷ സംസാരിക്കുന്നവര് ചൈനീസ് വംശജര്, അതുകൊണ്ട് ഈ പ്രദേശം ഞങ്ങളുടേതാണെന്ന് വരുത്തി തീർക്കും. അങ്ങനെ നിഗൂഢമായ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ഒരു സമയം അധികം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ല. പക്ഷെ എങ്കിലും ഞാൻ 1-2 കാര്യങ്ങൾ പറയാതെ നിവർത്തിയില്ല. അത് ഞാൻ പറയാം. അതായത് അമേരിക്ക ബ്രിട്ടൻ, പഴയകാലത്ത് ബ്രിട്ടൻ സാമ്രാജ്യം ലോകം മുഴുവൻ വ്യാപിപ്പിച്ചപ്പോൾ ബ്രിട്ടൻ ചെയ്തത്, അതോടൊപ്പം തന്നെ അവിടുന്നുള്ള ഇവാഞ്ചലിസ്റ്റുകൾ ലോകത്തെ പല രാജ്യങ്ങളിലും ചെന്നു. അവർ മതപരിവർത്തനം നടത്തി. എന്തിനാണ്? ഒരേ സംസ്കാരവും ഒരേ മതവും ഉള്ളവരാണെങ്കിൽ അവരെ നിയന്ത്രിക്കാൻ എളുപ്പമാണ്. അതാണ് അവരുടെ ലക്ഷ്യം. അപ്പൊ ചൈന മറ്റൊരു തരത്തിലുള്ള സാമ്രാജ്യത്വമാണ് ഇപ്പൊ പിന്തുടരുന്നത്. അതായത് ഒരു രാജ്യത്തെ കീഴടക്കാൻ ഡയറക്റ്റായിട്ട് സൈന്യത്തെ ഉപയോഗിക്കാതെ അവിടെ പ്രകൃതിക്ഷോഭങ്ങളും ജീവിക്കാൻ ബുദ്ധിമുട്ടുമാക്കി തീർത്തുകൊണ്ട് ആ പ്രദേശം ചൈന പിടിച്ചെടുക്കും. ചൈന എന്നിട്ട് പിന്നീട്, കാരണം ഈ നദികളുടെയും ഇതിന്റെ ഒക്കെ ക്യാച്ച്മെന്റ് ഏരിയ ചൈനയിലാണ്. അതുകൊണ്ട് ചൈനയ്ക്ക് അവിടെ നിയന്ത്രിക്കാം. ഒരിക്കൽ ചൈനയുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞാൽ പിന്നീട് അവര് ഇതെല്ലാം കറക്റ്റ് ചെയ്യും. പക്ഷെ അപ്പോഴത്തേക്കും ഈ പ്രകൃതി പൂർണ്ണമായിട്ട് നശിച്ചു പോകുമോ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇത് ചൈനയാണ് ചെയ്തതെന്നുള്ളതിന്റെ മറ്റൊരു ഒരു തെളിവ്, ഈ ഗിറോങ് മേഖലയിലെ ഈ നദിയുണ്ട്. ഞാനിപ്പോ പറഞ്ഞല്ലോ, ഈ തൃശൂലി നദി, അതുപോലെ റസുവ എന്ന് പറയുന്ന നദി, ഈ നദികളുടെ ഒക്കെ കുറുകെ നദികളുടെ ഈ ഒഴുക്ക് വരുന്ന അല്ലെങ്കിൽ റിവർ ബേസിനുകളിൽ തന്നെ വലിയ കൺസ്ട്രക്ഷൻ വർക്ക് നടത്തി. അത് കാരണമാണ് ഈ പ്രളയം അവിടെ ഉണ്ടാകുന്ന മറ്റൊരു കാര്യം. പിന്നെ ഇത് പറയുന്നത് ഈ ലണ്ടക്കോള, ഭൂതക്കോശി, തൃശൂലി, ഇങ്ങനെ 3 നദികളാണ് ഇവിടെ ഉള്ളത്. ഈ 3 നദികളെയും ചൈന പലയിടത്തും നദികൾക്ക് കുറുകെ ചൈന ഡാം പണിഞ്ഞിട്ടുണ്ട്.
പ്രത്യേകിച്ച് ഈ റസുവ റസുവ എന്ന പ്രദേശത്ത് വരുമ്പോഴത്തേക്കും ചൈന വലിയ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചിട്ട് ആ പ്രദേശങ്ങളിലാകെ തന്നെ അവിടുത്തെ പരിസ്ഥിതി തകിടം മറിച്ചിരിക്കുകയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ചൈനയുടെ സാമ്രാജ്യത്വ അധീശത്വ മോഹങ്ങളുടെ ഫലമായിട്ട് ചൈന അതിർത്തി പ്രദേശങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ഈ പ്രദേശത്തെ പരിസ്ഥിതി ലോല പ്രദേശത്തെ ആവാസ വ്യവസ്ഥകളെ ഇക്കോസിസ്റ്റത്തിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുകയും അവിടെ താപനില വർദ്ധിക്കുകയും ചെയ്യുന്നതിന്റെ കാരണമായിട്ട് മഞ്ഞുരുകുന്നത് വളരെ വേഗത്തിലായിരിക്കുകയാണ്. ടിബറ്റിനെ മാറ്റിയെടുക്കുക എന്ന് പറയുമ്പോൾ ചൈനയ്ക്കറിയാം അവരെ കമ്മ്യൂണിസ്റ്റുകാരായിക്കൊണ്ട് അവര് ബുദ്ധമതക്കാരായ അവരെ നിരീശ്വരവാദി ആക്കിയാലും വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ആ പ്രദേശത്തെ തന്നെ മാറ്റിയെടുത്തുകൊണ്ട് എത്നിക് ക്ലീൻസിങ് എന്ന ഒരു സംരംഭമാണ് അവിടെ, അതായത് വംശീയമായിട്ട് അവരെ അവിടുന്ന് മാറ്റുക, പകരം ഹാൻ ചൈനക്കാരെ അവിടെ കൊണ്ടുവരിക. ഏതാണ്ട് ബ്രൗൺ കളറുള്ള ആൾക്കാരാണ്, ഈ തൊലി അത്ര വെളുത്തിട്ടുള്ള ആൾക്കാരല്ല ടിബറ്റൻസ്. പക്ഷെ ചൈനക്കാര് നല്ല പ്യുവർ വൈറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ മഞ്ഞ എന്ന് പറയുന്ന നിറമുള്ളവരാണ്. മുടി കറുപ്പും തൊലി പരിപൂർണമായിട്ട് ഒരു കുത്തുപോലും, കറുത്ത കുത്തുപോലും ഇല്ലാത്ത തരത്തിലുള്ള ആൾക്കാരാണ് ഹാൻ ചൈനീസ്. ഈ ഹാൻ ചൈനീസ് ആണ് മൻഡാരിൻ എന്ന ഭാഷ സംസാരിക്കുന്നത്. അവരാണ് ചൈനയുടെ നട്ടല്. മാവോ സെത്തുങ് തൊട്ട് ഷീ ജിൻപിങ് വരെ ഹാൻ ചൈനീസ് ആണ്. ഹാൻ ചൈനീസിന്റെ എന്ന വംശീയ ആധിപത്യമാണ് കമ്മ്യൂണിസം എന്ന പേരിൽ ചൈനയിൽ നടക്കുന്നത്. തൊട്ടടുത്തുള്ള ജനവിഭാഗങ്ങൾക്കെതിരെയാണ് അവർ നീങ്ങുന്നത്. തൊട്ടടുത്തുള്ള മറ്റു ഗോത്രങ്ങളെ എല്ലാം ഇല്ലാതാക്കാനാണ് ഹാൻ ചൈനീസ് ശ്രമിക്കുന്നത്. അവരുടെ ഭാഷ, അവരുടെ ഭക്ഷണം, അവരുടെ രീതി, അവരുടെ സംസ്കാരം, ഇത് മുഴുവൻ ദക്ഷിണ പൂർവേഷ്യയിൽ കൊണ്ടുവന്ന് സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്ന പ്രദേശം, അതായത് കംബോഡിയ, തായ്ലൻഡ്, ഇതെല്ലാം പിടിച്ചെടുക്കാനും വിയറ്റ്നാം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അധീശത്വം കൊണ്ടുവരാനുമാണ് ചൈന ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ചൈന ചെയ്യുന്നത്. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ ഇത് ഇന്ത്യക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. ഇപ്പൊ ബ്രഹ്മപുത്രയ്ക്ക് കുറുകെ ലോകത്തിലെ ഏറ്റവും വലിയ ഡാം ചൈന പണിയുകയാണ്. ഇന്ത്യ സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു ഡാം തുറന്നിട്ട് പ്രളയം അരുണാചലിൽ സൃഷ്ടിക്കുമെന്നുള്ളത് ഇന്ത്യ മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. അതിന് ബദലായിട്ട് ഇന്ത്യ 3 ഡാമുകൾ ഈ നദിയുടെ താഴ്ഭാഗത്ത് പണിയുന്നുണ്ട്. ഇന്ത്യ ഏതായാലും ആസാമിലും അരുണാചലിലും ഒക്കെ ചൈന ഇത്തരം പ്രവർത്തികൾ ചെയ്യും എന്ന് കരുതിക്കൊണ്ട് തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ ഈ മേഖലയിലാകെ പ്രകൃതിയെ ആയുധമാക്കിക്കൊണ്ട്, ജലത്തിനെയും അതുപോലെ മഞ്ഞുകട്ടകളെയും ആയുധമാക്കിക്കൊണ്ട് ചൈന നടത്തുന്ന പോരാട്ടത്തിന്റെ, യുദ്ധത്തിന്റെ മറ്റൊരു തലത്തിലേക്ക്, എ ന്യൂ ഡയമെൻഷൻ ഓഫ് വാർഫെയർ ചൈന തുടങ്ങിയിരിക്കുകയാണ്. അതാണ് നേപ്പാളിന് നേരെ പ്രയോഗിച്ചത്. വരും ദിവസങ്ങളിൽ ചൈന ഇതിലിപ്പോ ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഇപ്പം സി ജിൻപിങ്ങുമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്താൻ പോവാണ് സെപ്റ്റംബറിൽ. അപ്പോ അതിന് മുന്നോടിയായിട്ടുള്ള എന്തെങ്കിലും നീക്കമായിട്ട് ഈ പ്രളയത്തെ കാണാൻ പറ്റും? ഞാനത് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ഞാനത് പറഞ്ഞിട്ടുണ്ട്. അതായത് അത് നമുക്ക് പ്രത്യേകിച്ച് ഒരു വിഷയമായിട്ട് തന്നെ നാളെ ചർച്ച ചെയ്യാം. അതായത് ഓരോ സമാധാന ശ്രമത്തിനോടൊപ്പം ഓരോ യുദ്ധവും ചൈന തരും. ചൗവൻലായി 1958 ഡൽഹിയിൽ വന്നു, നെഹ്റുവുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. ഹിന്ദി ചീനി ഭായിയും പഞ്ചശീലവും മറ്റേതും ഒക്കെ വിളിച്ചു കാറി കൂവിക്കൊണ്ട് പോയി. തിരിച്ച് 1960 ചൈന ഇന്ത്യ ആക്രമിച്ചു. അത് സ്ഥിരം ചൈനയുടെ പരിപാടിയാണ്. ഷീ ജിൻപിങ് മുൻപ് ഇവിടെ വന്ന് സമാധാനത്തിലേക്കൊക്കെ പോയതിനു ശേഷമാണ് ഈ ഡോക്ലാമും മറ്റേതും ഒക്കെ വന്നത്. ചൈന ഇങ്ങനെ ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോളിസി നടത്തിക്കൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും അങ്ങനെ സംശയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ചൈന എന്തോ ഒരു പദ്ധതി ഉരുണ്ടുകൂടിയിട്ടുണ്ട്, അതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ശരി, കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലെത്താം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.